19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ മദർ വെറോണിക്ക ഓഫ് ദി പാഷൻ എന്ന ആത്മാവ് പ്രകാശത്തിൻ്റെ ഒരു വിത്തുപാകി. അതത്രേ കാർമലൈറ്റ് റിലീജിയസ് സഭ. അവൾ തെരേസ്യൻ കുടുംബത്തിലെ ഒരു കതിരാണ്. കാർമൽ സഭയുടെ ആത്മീയ പൈതൃകം അവൾ ആനന്ദത്തോടെ പങ്കിടുന്നു, ഒരു നദിയുടെ തീരം പോലെ. സോഫി ലീവ്സ് എന്ന ആത്മാവിൻ്റെ ഗതി ദിവ്യശില്പി തൻ്റെ കരങ്ങളാൽ വരച്ച ജീവിതരേഖയെ വെളിപ്പെടുത്തുന്നു. അവളെ ഒരു അപൂർവ ദൗത്യത്തിനായി അവിടുന്ന് ഒരുക്കി. ഒരു ആംഗ്ലിക്കൻ ഭവനത്തിലെ ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ അവൾ വളർന്നു. അത് കത്തോലിക്ക വിശ്വാസത്തിലേക്കുള്ള അവളുടെ തീർത്ഥാടനത്തിന് കളമൊരുക്കി. സെന്റ് ജോസഫ് ഓഫ് ദി അപ്രഷൻ സഭയിലെ അവളുടെ കർമ്മോത്സുകമായ വിളി, ഇന്ത്യയിലെ കാർമലേറ്റ് മിഷനുകളിലെ അവളുടെ അനുഭവം, ഇവയെല്ലാം ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് ഒഴുകിച്ചേർന്ന അരുവിയായിരുന്നു. അവളുടെ ആത്മീയ ദീപ്തിയുടെ വഴികാട്ടിയായിരുന്ന ഫാദർ മാറി എഫ്രൈം OCD മംഗലാപുരം മലബാർ മിഷനുകൾക്കായി കാർമലേറ്റ് ടേർഷ്യറികളുടെ ഒരു സഭയ്ക്ക് വിത്തുപാകാനുള്ള സാധ്യത അവൾക്ക് മുന്നിൽ വെച്ചു. സഭയോടുള്ള അവളുടെ ആഴമായ സ്നേഹം മിഷനറി ലോകത്തിന്റെ ദാഹിക്കുന്ന ആവശ്യങ്ങളെ അവൾക്ക് ബോധ്യപ്പെടുത്തി. പെൺകുട്ടികൾക്ക് ജ്ഞാനത്തിന്റെ വിളക്ക് നൽകുക, ജീവിതത്തിന്റെ എല്ലാ മാനങ്ങളിലും മനുഷ്യന്റെ അന്തസ്സ് കാത്തുസൂക്ഷിക്കുന്ന കാരുണ്യകർമ്മങ്ങൾ ചെയ്യുക, ഇവയായിരുന്നു അവളുടെ ദർശനം. ക്രിസ്തുവിനോടുള്ള അവളുടെ സമർപ്പണം ഫിയാത്ത് അഥവാ സംഭവിക്കട്ടെ എന്ന മറുപടിക്ക് അവളെ പ്രേരിപ്പിച്ചു. സഭയുടെ പിറവി 1868 ജൂലൈ 16 മൗണ്ട് കാർമൽ മാതാവിൻ്റെ തിരുനാൾ ദിവസമായിരുന്നു. ഫ്രാൻസിലെ ബയോണിൽ അവർ ലേഡി ഓഫ് മൗണ്ട് കാർമലിന്റെ 3-ാം അപ്പോസ്തോലിക് സഭ നിയമപരമായി ഒരു സന്യാസ സമൂഹമായി പിറവിയെടുത്തു. സ്ഥാപകയുടെ ദർശനത്തിന്റെ അഗ്നിയുമായി മദർ വെറോണിക്ക ആദ്യകാല പ്രവർത്തകരെ വാർത്തെടുത്തു. ദിവ്യകാരുണ്യത്തിലെ ഈശോ അവരുടെ ഹൃദയങ്ങളിൽ കുടികൊണ്ടിരുന്നു. അനുസരണം, വിനയം, പരിത്യാഗം, പ്രാർത്ഥന എന്നീ ചൈതന്യം അവരിൽ അവൾ ചൊരിഞ്ഞു. അവർ ദാരിദ്ര്യത്തിന്റെ മേലങ്കി അണിഞ്ഞിരുന്നു. എങ്കിലും ഒരു കൊച്ചു കൂട്ടായ്മയിൽ സ്നേഹവും ഐക്യവും രാജാവായി. ആത്മാക്കളുടെ രക്ഷയ്ക്കായി ഇന്ത്യയിലേക്ക് പറക്കാൻ അവർ തീവ്രമായി ആഗ്രഹിച്ചു. 1870 കാർമലൈറ്റ് മിഷനുകളുടെ വികാരി അപ്പോസ്തലിക്കായിരുന്ന ബിഷപ്പ് മാറി എഫ്രൈം OCDയുടെ തണലിൽ മംഗലാപുരത്ത് ഈ സഭ ഇന്ത്യയിൽ വേരുറപ്പിച്ചു. സിസ്റ്റർ മേരി ഏലിയാസ്, സിസ്റ്റർ മേരി ഡെസ് ആഞ്ചസ് തുടങ്ങി 5 പേർ മുൻനിര ഭടന്മാരായി. അടുത്ത 3 വർഷം ദൂരെയെങ്കിലും മദർ വെറോണിക്ക ബയോണിൽ നിന്ന് തൻ്റെ പുത്രിമാർക്ക് വഴികാട്ടിയായി. ഇന്ത്യയിൽ ഒരു കാർമലേറ്റ് ടെർഷ്യറിയായി ജീവിക്കുവാനുള്ള ആനന്ദം അവൾക്ക് നിഷേധിക്കപ്പെട്ടു. എങ്കിലും ധ്യാനാത്മകം, അപ്പോസ്തോലികം, സഭാത്മകം, മരിയൻ എന്നീ ചൈതന്യം അവൾ സഹോദരിമാരിൽ നിക്ഷേപിച്ചു. ദൈവരാജ്യം പണിയുവാനുള്ള പരിശുദ്ധാത്മാവിന്റെ സവിശേഷ ദാനമായിരുന്നു അത്. ഈ ദർശനമാണ് അവരെ മുൻപോട്ട് നയിച്ചത്. അവൾ ആത്മീയതയിൽ ആഴപ്പെട്ടപ്പോൾ കാർമലിന്റെ ധ്യാന ജീവിതത്തിനായി തൻ്റെ ആത്മാവിൽ ഒരു ദാഹം അവൾ കണ്ടെത്തി. 1873 ഒക്ടോബർ 10 അപ്പസ്തോലിക് കാർമലിന്റെ സ്ഥാപനമെന്ന തന്റെ ദൗത്യം പൂർത്തിയാക്കി അവൾ പാവുവിലെ അടച്ചിട്ട കാർമൽ മഠത്തിൽ പ്രവേശിച്ചു. അഗാധമായ ആന്തരികതയുടെയും
അങ്ങേയറ്റത്തെ വിനയത്തിൻ്റെയും സന്തോഷകരമായ നിസ്വാർത്ഥതയുടെയും ഒരു മാതൃക അവൾ അവശേഷിപ്പിച്ചു. 1906 നവംബർ 16 ദൈവമഹത്വത്തിനായി സമർപ്പിച്ച അവളുടെ വീരജീവിതം മരണത്തിൽ തൻ്റെ പൂർണ്ണത കണ്ടെത്തി. വിത്ത് മണ്ണിൽ മരിക്കുന്നു, പിന്നെ ഉയർക്കുന്നു. അവൾ പാകിയ വിത്ത് ഫലം നൽകുന്നതിന് മുൻപ് മണ്ണിൽ അലിഞ്ഞു ചേരേണ്ടിയിരുന്നു. ഈ പദ്ധതി ആദ്യം മരിച്ച് സാവധാനം പുനരുജ്ജീവിച്ച് തളിരിലകൾ പുറത്തുവിടേണ്ട ഒരു വിത്തായിരുന്നു. മദർ വെറോനിക്കയുടെ അഭാവത്തിൽ കർത്താവ് തന്നെ ആ നവസഭയെ പരിപാലിച്ചു. 1875 ക്യുലോൺ അഥവാ കൊല്ലം ബിഷപ്പ് ഇൽഡഫോൺസ് ബോർഗ്ന OCDയുടെ അഭ്യർത്ഥനയനുസരിച്ച് മദർ മാരി ഡെസ് ആഞ്ചസ് കൊല്ലം തുയ്യത്ത് ഒരു കോൺവെന്റ് സ്ഥാപിച്ചു. 1879 മംഗലാപുരത്തെ അധികാരപരിധി മാറിയപ്പോൾ ഈ ഭവനം കൊല്ലം ബിഷപ്പിന്റെ സംരക്ഷണയിൽ സ്വയം ഭരണമുള്ളതായി മാറി സെന്റ് ജോസഫ് എന്ന നാമകരണം ചെയ്യപ്പെട്ടു. അടുത്ത വർഷം മദർ മേരി ഏലിയാസ് തുയ്യത്തിലെ സമൂഹത്തിൽ ചേർന്നു. അവർ കാർമലേറ്റ് മിഷനറിമാരോടൊപ്പം വിദ്യാഭ്യാസ പ്രവർത്തനം തുടർന്നു. മദർ വെറോണിക്ക ഈ സൗധത്തിൻ്റെ മൂലക്കല്ലാണെങ്കിൽ മദർ മേരി ഏലിയാസിനെ ഞങ്ങൾ സഹസ്ഥാപകയായി കണക്കാക്കുന്നു. മദർ വെറോണിക്കയുടെ സ്വപ്നത്തിന് ചിറകു നൽകാൻ അവൾ ആഗ്രഹിച്ചു. ബിഷപ്പ് ബോർഗ്നയുടെ സമയബന്ധിതമായ അഭ്യർത്ഥന പ്രകാരം 1880 തിരുവനന്തപുരം ഹോളി ഏഞ്ചൽസ് കോൺവെന്റ് സ്ഥാപിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസം, അധ്യാപക പരിശീലന കോളേജ്, അനാഥാലയം എന്നിവ അവൾ തുറന്നു. സ്ഥാനാർത്ഥികൾ ചേർന്നതോടെ സമൂഹം വളർന്നു. അധ്യാപനത്തിനപ്പുറം സഹോദരിമാർ ക്രിസ്തുവിന്റെ മടക്കിലേക്ക് അനേകരെ നയിച്ചുകൊണ്ട് അജപാലനത്തിൽ ഏർപ്പെട്ടു. സ്ത്രീകളുടെ ശാക്തീകരണത്തിനായി അവൾ പ്രവർത്തിച്ചു. ബെൽജിയത്തിലെ വൈപ്രസിലും അവൾ ഒരു കോൺവെന്റ് സ്ഥാപിച്ചു. 1885 ബിഷപ്പ് ഫെർഡിനാൻഡ് മരിയ OCDയുടെ അഭ്യർത്ഥന പ്രകാരം കൊല്ലം തങ്കശ്ശേരിയിൽ മദർ ആൻ തെരേസയുടെ നേതൃത്വത്തിൽ മൂന്നാമതൊരു സ്ഥാപനം കൂടി പിറന്നു. 1907 സഭയുടെ ചരിത്രത്തിലെ ഒരു നക്ഷത്രമാണ്. കൊല്ലം ആർച്ച് ബിഷപ്പ് അലോഷ്യസ് M. ബെൻസിഗർ OCD 3 കോൺവെന്റുകളെ സംയോജിപ്പിച്ച് ഭരണഘടനകൾക്ക് രൂപം നൽകി. 1908 ആദ്യ ജനറൽ ചാപ്റ്ററിൽ സിസ്റ്റർ മേരി മൈക്കിൾ ഓഫ് ദി റിഡംഷൻ ആദ്യ സുപ്പീരിയർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1950 സഭ പൊന്തിപ്പിക്കൽ അവകാശമുള്ള സന്യാസ സ്ഥാപനമായി ഉയർത്തപ്പെട്ടു. 1968-69 പ്രത്യേക ജനറൽ ചാപ്റ്ററിൽ സഭയുടെ പേര് തിരുവനന്തപുരത്തെ കാർമലൈറ്റ് റിലീജിയസ് സഭ എന്ന് മാറ്റി. പിന്നീട് തിരുവനന്തപുരത്തെ എന്ന വാക്ക് നീക്കം ചെയ്യപ്പെട്ടു. കഴിഞ്ഞ നൂറ്റാണ്ടിൽ സഭ സാവധാനം എന്നാൽ ദൃഢമായി വളർന്നു. ദൈവകൃപയാൽ ഓരോ തലമുറയും ചൈതന്യം ഉൾക്കൊണ്ട് മതേതര ലോകത്ത് സുവിശേഷ മൂല്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ആഹ്വാനം സ്വീകരിച്ച് ഔപചാരിക വിദ്യാഭ്യാസത്തിനപ്പുറം രോഗികൾ, പ്രായമായവർ, മാനസിക വെല്ലുവിളി നേരിടുന്നവർ എന്നിവർക്കായി പുതിയ കർമ്മ മേഖലകൾ തുറന്നു. ഇന്ന് നമ്മുടെ വിശുദ്ധ സ്ഥാപകയുടെ ചൈതന്യം നാം വീണ്ടും കണ്ടെത്തുന്നു. യുവജന വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല, നവീകരണത്തിന്റെ സന്ദർഭങ്ങളോടുള്ള പ്രതികരണത്തിലും അവളുടെ പ്രതിബദ്ധത പ്രസക്തമാണ്. കാർമലിലേക്കുള്ള നമ്മുടെ വിളി ലോകത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല, മറിച്ച് നമ്മുടെ കാലഘട്ടത്തിലെ
അപ്പോസ്തലന്മാരായി ജീവിക്കുന്ന ദൈവത്തിന് സാക്ഷ്യം വഹിക്കാനുള്ള ഒരവസരമാണ്. അതിനാൽ നമ്മുടെ ദൗത്യം എല്ലാ സാമൂഹിക ഉത്കണ്ഠകളെയും ഉൾക്കൊള്ളുന്നു. ആത്മീയവും ധാർമ്മികവുമായ ശോഷണം, സാംസ്കാരിക തകർച്ച, പ്രത്യേകിച്ചും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഇടയിലെ ദാരിദ്ര്യം. നമ്മുടെ മദർ വെറോനിക്കായോടൊപ്പം ദൈവമാതാവായ മറിയം നമ്മുടെ അമ്മയും മാതൃകയും വഴികാട്ടിയുമാണ്. ദൈവത്തോടുള്ള അവളുടെ ഏക മനസ്സുള്ള തുറവിയും മറ്റുള്ളവരുടെ ആവശ്യങ്ങളോടുള്ള അവളുടെ വിരോചിതമായ ശ്രദ്ധയും മൗണ്ട് കാർമലിന്റെ ഉയരങ്ങളിലേക്കുള്ള നമ്മുടെ ഈ ജീവിത തീർത്ഥാടനത്തിൽ നമ്മുടെ പാതയിലെ വിളക്കുകളാണ്.